ഒരു സർക്കാർ LP സ്കൂളിനായി നാട്ടുകാർക്ക് സുപ്രീം കോടതി വരെ കയറേണ്ടി വന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. അങ്ങനെ കോടതിയെ സമീപിച്ച് സ്കൂൾ നിർമ്മിക്കാനുള്ള അനുകൂല വിധി നേടിയെടുത്തിരിക്കുന്നത് മലപ്പുറം ഏലമ്പ്രക്കാരാണ്. 4 പതിറ്റാണ്ട് നീണ്ട പോരാട്ടമായിരുന്നു ഇതെന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. നാട്ടുകാർ പണമിട്ട് വാങ്ങിയതാണ് ഈ ഭൂമി, അല്ലാതെ സർക്കാർ അവിടെ കൊണ്ടുവന്ന് സൗജന്യമായി നിങ്ങൾക്കൊരു സ്കൂൾ നിർമ്മിച്ച് തരും എന്ന തരത്തിലുള്ള അങ്ങനെ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്തോ ഒന്നുമല്ല. നാട്ടുകാർ അവർ പണമിട്ട് ഹജ്ജിന് പോകേണ്ട പൈസ, മഹറായി കിട്ടിയ പൈസ, ഇതൊക്കെ ഇട്ടാണ് ആ ഭൂമി അവിടെ വാങ്ങിയത്. അന്ന് സ്കൂളിൽ പോകാൻ തയ്യാറെടുത്ത 5 വയസ്സുകാർക്ക്, അന്നത്തെ 5 വയസ്സുകാർക്ക് ഇപ്പോൾ പ്രായം 48 ആയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി വിധി വരുമ്പോൾ എന്നതുകൂടി ഓർക്കണം. മാത്രമല്ല, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിന് അനുമതി വേണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സുപ്രീം കോടതി വരെ നീണ്ട ആ നിയമയുദ്ധം നടത്തിയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന നിലയിൽ സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച പണം എത്രയാണ് എന്നതിന് കണക്കുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ നിന്ന് നിരവധി മന്ത്രിമാർ ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങനെ വന്നുപോയി. ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മലപ്പുറത്ത് നിന്നുണ്ടായിരുന്നു. നിരവധി മന്ത്രിസഭകൾ ഇതിനിടെ മാറി മാറി വന്നു. പക്ഷേ നാട്ടുകാർ അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി ആ നിയമ പോരാട്ടം നടത്തി ഇപ്പോൾ സ്കൂൾ നിർമ്മിക്കാനുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് വാങ്ങിയെടുത്തിരിക്കുകയാണ്. മഞ്ചേരി നഗരസഭയിലും തൃക്കലങ്ങോട് പഞ്ചായത്തിലുമായാണ് ഏലമ്പ്ര. ഇവിടുത്തെ വിദ്യാർത്ഥികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കിലോമീറ്ററുകൾ താണ്ടണം. ഭൂമി വാങ്ങി നൽകിയാൽ സ്കൂൾ നിർമ്മിച്ചു നൽകാമെന്ന് നഗരസഭ വാഗ്ദാനം നൽകി. അങ്ങനെ ഹജ്ജിന് പോകാൻ മാറ്റിവെച്ച പണം ഉപയോഗിച്ചും താലിമാല പണയം വെച്ചും അന്നത്തെ പണം നീക്കിവെച്ചും ഇവിടുത്തെ നാട്ടുകാർ ഈ കാണുന്ന 1 ഏക്കർ ഭൂമി 1983 വാങ്ങിയത്. 1983 അന്ന് ദിവസക്കൂലി 20 രൂപയായിരുന്നു. ഏലമ്പ്രയിലെ 400ഓളം കുടുംബങ്ങൾ ഒറ്റക്കെട്ടായി സ്കൂളിന് വേണ്ടി രംഗത്തിറങ്ങി. പിരിവെടുത്തും പല വിധത്തിലും പണം സ്വരൂപിച്ച് ഭൂമി വാങ്ങിയെങ്കിലും മാറി മാറി വന്ന സർക്കാരുകൾ സ്കൂൾ അനുവദിച്ചില്ല. 2015 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നടത്തിയ സ്കൂൾ സാധ്യതാ പഠനത്തിൽ പ്രദേശത്തുകാരുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തിയിരുന്നു. സ്കൂൾ കർമ്മസമിതി കൺവീനർ തേനത്ത് മുഹമ്മദ് ഫൈസി ഈ ആവശ്യവുമായി സർക്കാരിനെ സമീപിച്ചു. അന്ന് 10 രൂപ 20 രൂപയൊക്കെ ഇതിലേക്ക് സംഭാവന ചെയ്തിട്ട് അതും തികയാത്തതിൻ്റെ പേരിൽ പിന്നെന്താണ് കെട്ടുതാലി പണയം വെച്ചിട്ട് ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പിതാമഹൻ മർഹൂം മമ്മൂട്ടി ഹാജി എന്ന് പറയും, അദ്ദേഹം ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചതായിരിക്കുന്ന കാശ് ഇതിനു വേണ്ടി എന്തായിട്ടുണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഗൾഫിൽ നിന്ന് ആദ്യമായി ജോലി ചെയ്തിട്ട് കിട്ടിയതായിരിക്കുന്ന ശമ്പളം ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഭൂമി വാങ്ങി 42 വർഷം പിന്നിട്ടിട്ടും സ്കൂളിന്റെ തറയ്ക്കായി ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനുമെല്ലാം സ്കൂൾ തുടങ്ങുന്നതിനോട് യോജിച്ചെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പുറംതിരിഞ്ഞു നിന്നു. അബ്ദുറബ്ബ് MLA അതുപോലെ തന്നെ ഉമ്മർ MLA പോലത്തെ ആളുകൾ ഒരു കോടതി ഉത്തരവ് കിട്ടിയാൽ നമുക്ക് സ്കൂള് സംഘടിപ്പിക്കാം, അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അത് കിട്ടാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി. ഹൈക്കോടതി നമുക്ക് അനുകൂലമായ 3 മാസം കൊണ്ട് സ്കൂൾ നൽകണമെന്നുള്ള ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധിക്കെതിരെ ഗവൺമെൻറ് അപ്പീൽ സുപ്രീം കോടതി പോയി. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ഞങ്ങളും പോയി. അതിന് അനുകൂലമായിരിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സ്കൂളിനായി അന്ന് സമരം നടത്തിയ വിദ്യാർത്ഥികളൊക്കെ ഇന്ന് വലുതായി. ഞാൻ 2007 മലപ്പുറം DD ഓഫീസിലേക്ക് സമയത്തിന് അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. ഇപ്പോൾ 10-18 വർഷമായി. അന്ന് ഞങ്ങളതിൽ പങ്കെടുത്തിരുന്നു. പിന്നെ ഞാൻ ഈ ക്ലബിൻ്റെ ഒരു ഭാരവാഹിയാണ്. ഈ ക്ലബ്ബ് ഇവിടെ പന്ത് കളി വെച്ചിട്ടും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾ തന്നെ കുറേ പൈസ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. തേനത്ത് മുഹമ്മദ് ഫൈസി നാട്ടുകാരുടെ പിന്തുണയോടെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. തുടർന്ന് സ്കൂൾ അനുവദിക്കാൻ 3 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. അതിൽ നടപടി ഉണ്ടാകാത്തതിനാൽ കോടതിയലക്ഷ്യ കേസുമായി ഫൈസി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് കേസിൽ സ്റ്റേ വാങ്ങി. ഈ സ്റ്റേ നയിക്കണമെന്നാവശ്യപ്പെട്ട് 2024 ഫൈസിയുടെ നേതൃത്വത്തിലുള്ള കർമ്മസമിതി സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് പ്രദേശത്തുകാർക്ക് അനുകൂല വിധിയുണ്ടായത്. വിധിയിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ നാടിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഒരുപാട് കാലമായിട്ട് അതിന് പല നിരക്കും നിയമ പോരാട്ടങ്ങളും മറ്റുള്ള എല്ലാ പോരാട്ടങ്ങളും നടത്തി ഇപ്പോൾ സുപ്രീം കോടതിൻ്റെ ഒരു വിധി വന്നപ്പോൾ നല്ല സന്തോഷത്തിലാണ്. ഇനി അതിനൊരു മറു അഭിപ്രായമില്ലാതെ ആ വിധി നടപ്പാക്കട്ടെ എന്നാണ് ഇപ്പോൾ ആഗ്രഹം.
കൊച്ചുകുട്ടികളുടെ സുരക്ഷിതത്വത്തെ ഓർത്തും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയുമാണ് ഈ നാട്ടുകാർ 43 വർഷം മുമ്പ് ഒരു പോരാട്ടത്തിനിറങ്ങിയത്. അതിന്റെ ഫലപ്രാപ്തി പക്ഷേ ഇത്രയും കാത്തിരിക്കേണ്ടി വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചതല്ല. ഈ മണ്ണിന് ഈ നാട്ടുകാരുടെ വിയർപ്പിന്റെ മണമുണ്ട്. ഇവിടെ ഒരു സ്കൂൾ കെട്ടിടം ഉയരാൻ ഇനിയും വൈകാൻ പാടില്ല. മുഹമ്മദ് അഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഒരു നാടിൻ്റെ, ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമാണ് അവിടേക്ക് സ്കൂൾ കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മലപ്പുറം ജില്ലയിൽ സ്കൂളുകൾ വാരിക്കോരി കൊടുക്കുന്നുവെന്ന് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോഴാണ് മലപ്പുറത്തു തന്നെയുള്ള ഒരു ജനതയ്ക്ക് അവർക്ക് സുപ്രീം കോടതി വരെ ഈ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത്. മാത്രമല്ല, അവർ തന്നെ സമ്പാദിച്ച അവരുടെ പണം കൊണ്ട് അവർ വാങ്ങിയ സ്ഥലത്ത് ഒരു സ്കൂൾ വേണമെന്ന ആവശ്യം, ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിന്നു പലരും. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി ആ സ്കൂൾ അവിടെ അനുവദിക്കണം എന്ന ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.